ചെങ്ങന്നൂരിൽ മതവർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ ABVP നേതാവ് വിശാലിന്റെ വീരബലിദാൻ ദിനം RSS മുളക്കുഴ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. സംഘാശയങ്ങൾ പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ യുവത്വമായിരുന്നു വിശാലിന്റേതെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ അഭിപ്രായപ്പെട്ടു. വിശാലിന്റെ ചെങ്ങന്നൂർ മുളക്കുഴയിലെ വീട്ടിൽ സംഘടിപ്പിച്ച ബൗദ്ധിക സാംഖ്യത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതയിലൂന്നിയുള്ള ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച വിശാൽ മാരകായുധങ്ങളുമായി എത്തിയ അക്രമി സംഘത്തിന്റെ കത്തിക്കിരയായിട്ട് 14 വർഷം പിന്നിടുകയാണ്. വിശാൽ പകർന്ന ഊർജവും ആവേശവും കൈവിടാതെ ഒപ്പം പ്രവർത്തിച്ചവരും RSSന്റെ മുതിർന്ന കാര്യകർത്താക്കളുമടക്കം നിരവധി പേരാണ് മുളക്കുഴയിലെ വീട്ടിൽ വിശാലിന്റെ ബലിദാന ദിനത്തിൽ ഒത്തുചേർന്നത്. RSS സംഘടിപ്പിച്ച ബൗദ്ധിക് സാംഖ്യത്തിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ വിശാലിനെ അനുസ്മരിച്ചു. ഈ ആശയം ഉയരണം, രാഷ്ട്രം കൂടുതൽ ശക്തിപ്പെടണം എന്ന വിശുദ്ധമായ വിചാരത്തിന് കൂടുതൽ അംഗീകാരം കിട്ടുന്നൊരു കാലത്താണ്. വിശാലിനെ പോലുള്ള ബലിദാനികൾ, ധീരരായ പ്രവർത്തകന്മാർ ചൊരിഞ്ഞ രക്തം, അവരുടെ സമർപ്പണം, അവരുടെ ജീവൻ, അതിനു മേലെയാണ് ഇന്ന് ഈ രാഷ്ട്രം കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് വരുന്നത്. വിശാൽ മുന്നോട്ട് വെച്ച ആദർശത്തിന്റെ പ്രസക്തി ഇന്ന് ഏറിയിരിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതഭീകരവാദികൾക്ക് കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഒത്താശ ചെയ്യുകയാണെന്നും J. നന്ദകുമാർ വ്യക്തമാക്കി. ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന്, അവർ നടത്തുന്ന ഹീനമായ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷാ കവചം ഒരുക്കുന്ന പ്രവർത്തനമാണിന്ന് കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരറിയുന്നില്ല അവർ ചെയ്യുന്ന ഈ അപകടത്തിൻ്റെ ആഴം എത്രയാണ് എന്ന്. അവർ പണയം വയ്ക്കുന്നത് വരാൻ പോകുന്നൊരു വലിയ തലമുറയാണ് എന്നവർ തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ഒരു കൃത്യമായ സൂചനയാണ് അഭിമന്യു വധത്തിലൂടെ സംഭവിച്ചത്. വിശാൽ അന്തിയുറങ്ങുന്ന മണ്ണിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സാംഘിക് ആരംഭിച്ചത്. 2012 ജൂൺ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിശാൽ മരണപ്പെട്ടത്. ജനം, ആലപ്പുഴ.